Hi all, welcome to my YouTube channel. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എക്സസൈസ് 2.2 ആണ്. എക്സസൈസ് 2.2 ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഡിസ്കസ് ചെയ്യേണ്ടത് ഏതാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് polynomial each with the given numbers as the sum and product of its zeros respectively. അപ്പോൾ ഇവിടെ ഒരു 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് 6 സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സീറോസ്, 6 പോളിനോമിയൽസിൻ്റെ സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് തന്നിട്ടുണ്ട്. അപ്പം അത് രണ്ടും സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും വെച്ചിട്ട് ഏതാണ് ആ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേത് സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് 1/4ഉം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1ഉം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് എടുത്തെഴുതാം. സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് നമുക്ക് തന്നേക്കുന്നത് 1/4 എന്നാണ് തന്നേക്കുന്നത്. ഓക്കെ, അതേപോലെ പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സം ഓഫ് സീറോസ്. ഇപ്പോൾ പോളിനോമിയൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ax² + bx + c ഈ ഒരു ഫോമിലാണെങ്കിൽ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് -b/a ആണ്. അതുപോലെ പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് c/a ആണ്, അല്ലേ? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ പോളിനോമിയൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ -b/a എന്ന് പറയുന്നത് 1/4 ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ. സോ ഇതിനെ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. -1/4 എന്ന് എഴുതാം. ഈ -b/a ഈ ഒരു ഫോമിൽ തന്നെ വരണമല്ലോ, അതുകൊണ്ടാണ് -1/4 എന്ന് എഴുതിയത്. ഈ മൈനസും ചേർന്ന് വീണ്ടും ഈ മൈനസും ചേർന്ന് വീണ്ടും ഇവിടെ പ്ലസ് ആവും. സോ മൈനസ് എന്ന് ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. സോ അപ്പം ഇവിടെ നമുക്ക് എന്ത് കിട്ടും? b എന്ന് പറയുന്നത് -1 എന്ന് കിട്ടും. അതുപോലെ a എന്ന് പറയുന്നത് 4 എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ നമ്മൾ പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് c/a ആണ്. സോ ഇവിടെ 1 ആണ്. ഈ 1നെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. 4/4 എന്ന് എഴുതിക്കൂടെ 1നെ? യെസ്, -1 ആയിരുന്നു കേട്ടോ. പ്രോഡക്റ്റ് ഓഫ് സീറോസും -1 ആണ്. സോ -4/4 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ -4/4 ക്യാൻസൽ ചെയ്യുമ്പോൾ -1 തന്നെയാണ് വരിക. സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? a എന്ന് പറയുന്നത് 4 തന്നെ എഴുതാം. c എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാം? യെസ്,
സി എന്ന് പറയുന്നത് -4 എന്ന് എഴുതാം. സോ നമുക്ക് ഇവിടുന്ന് എയും ബിയും സിയും കിട്ടി. എ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ബി എന്ന് പറയുന്നത് -1 ആണ്. സി ഈസ് ഈക്വൽ ടു -4. സോ നമ്മളെ പോളിനോമിയൽ എന്തായിരിക്കും? P1 of x. Let it be P1 of x. P1 of x എന്ന് പറയുന്നത് എന്തായിരിക്കും? 4x² - x -4 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും തന്നു കഴിഞ്ഞാൽ ആ ഒരു പോളിനോമിയൽ ഏതാണെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇവിടെ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് √2, പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് 1/3 എന്നാണ് തന്നേക്കുന്നത്. സോ സം ഓഫ് സീറോസ് is equal to √2. ഓക്കെ, നമുക്ക് -b/a ഈ ഒരു ഫോമിലാണ് സം ഓഫ് സീറോസ് കിടക്കുന്നത്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് c/a. സോ ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. -3√2 ഡിവൈഡഡ് ബൈ 3 ഇങ്ങനെയാണ് റീറൈറ്റ് ചെയ്യുക. എന്തുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് ഓഫ് സീറോസ് നമുക്ക് തന്നേക്കുന്നത് എങ്ങനെയാണ്? 1/3 എന്നാണ് തന്നേക്കുന്നത്. സോ ഇവിടെ എ എന്ന് പറയുന്നത് 3 ആണ് വരേണ്ടത്. അപ്പോൾ സം ഓഫ് സീറോസിലും ആ ഒരു ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 3 ആണ് വരേണ്ടത്. ഓക്കെ, അപ്പം അങ്ങനെ വരത്തക്ക രീതിയിലാണ് നമ്മൾ അതൊന്ന് അറേഞ്ച് ചെയ്യുന്നത്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യണം. ഇത് ആക്ച്വലി ഇതിങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താണ്? 3യും 3യും ക്യാൻസൽ ചെയ്യുക, നെഗറ്റീവും ചേർന്ന് എന്താണ്? നെഗറ്റീവും ചേർന്ന് പോസിറ്റീവായിട്ട് മാറും. 3യും 3യും ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് പഴയപടി √2 തന്നെയാണ് കിട്ടുക. സോ ഒന്ന് റീറൈറ്റ് ചെയ്തേ ഉള്ളൂ. പിന്നെ എന്താണ്? സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് -b/a എന്നൊരു ഫോമിൽ വരെയും വേണം. അപ്പോൾ അതൊന്ന് റീറൈറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് c/a ആണ്. സോ c ഈസ് ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും. ഇവിടെ നിന്ന് സം ഓഫ് സീറോസിൽ നിന്ന് നമുക്ക് എ എന്ന് പറയുന്നത് -3√2, സോറി, എ എന്ന് പറയുന്നത് 3 എന്ന് പറയാൻ പറ്റും. ബി എന്ന് പറയുന്നത് -3√2 ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളുടെ പോളിനോമിയൽ എന്തായിരിക്കും? P2 of x. ഒരു മിനിറ്റ്. ഓക്കെ, P2 of x എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, 3x² - 3√2x + 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ സം ഓഫ് സീറോസ് √2ഉം പ്രോഡക്റ്റ് 1/3 എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പോളിനോമിയൽ എന്ന് പറയുന്നത് 3x² - 3√2x + 1 അങ്ങനെ ആയിരിക്കും വരിക. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഏതൊക്കെയാണ്? യെസ്, 0യും √5. സോ ഇവിടെ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് 0 ആണ്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് √5 ആണ്. സം ഓഫ് സീറോസ് ഏത് ഫോമിലാണ് വരേണ്ടുള്ളത്? -b/a ഫോമിലാണ്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് -c/a ഫോമിലാണ് വരേണ്ടത്. സോ നമുക്ക് ആ ഒരു ഫോമിലോട്ട് ആക്കാം. 0യെ √5നെ √5/1 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ 0യെ 0/1 എന്ന് എഴുതുന്നു. സോ നമുക്കിവിടെ എന്താണ്? a is equal to 1 എന്ന് എഴുതാം, b is equal to 0 എന്ന് എഴുതാം, c is equal to √5 എന്ന് എഴുതാം. സോ നമ്മുടെ പോളിനോമിയൽ P3 of x, P3 of x which is equal to x² + 0x + √5 എന്ന് എഴുതാം.
എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആയതുകൊണ്ട് തന്നെ ആ ഒരു ടേം അങ്ങ് പോവും. സോ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് 5 എന്ന് എഴുതാൻ പറ്റും. സോ നമുക്ക് മൂന്നാമത്തെ പോളിനോമിയലും കിട്ടി. നെക്സ്റ്റ് ഇനി ഫോർത്ത് വൺ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ 1 1. സോ നമ്മൾ സം ഓഫ് സീറോസ്, ഇവിടെ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഓൾസോ ഈക്വൽ ടു 1. സോ ഇതിനെ നമുക്ക് മൈനസ് ഓഫ് നമുക്കിനി -1/1 എന്ന് എഴുതാം അല്ലേ? ഏത് ഫോമുല? -b/a ഫോമിലാണ് നമുക്ക് കിട്ടേണ്ടത് സം ഓഫ് സീറോസ്. സോ -1/1 എന്ന് എഴുതാം. ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സീറോസിന് ജസ്റ്റ് 1/1 എന്ന് എഴുതാം. സോ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? a is equal to 1, b is equal to -1, c is equal to 1. So our polynomial will be p4 of x is equal to x square minus x plus 1 ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാ? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ -1/4. സോ ഇവിടെ സം ഓഫ് സീറോസ് is equal to -1/4 and here we will get b is equal to 1 and a is equal to 4 എന്ന് കിട്ടും അല്ലേ? ഇത് -b/a ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. സോ ഇവിടെ b എന്ന് പറയുന്നത് 1 എന്ന് വരും, a എന്ന് പറയുന്നത് 4 എന്നും വരും. സോ പ്രോഡക്റ്റ് ഓഫ് സീറോസ് which is equal to 1/4 and here we will get c is equal to 1. So polynomial p5 of x. Okay, p5 of x is equal to 4x square plus x plus 1. Okay, this is our polynomial in the case of fifth one. Okay, so next 61. So here it is 4 and 1. So sum of zeros equal to 4, and we can rewrite as -4/1. Okay, product of zeros equal to 1. We can rewrite as 1/1. So from sum of zeros we get a is equal to 1 and b is equal to -4. Okay, and from product of zeros we get c is equal to 1. So polynomial p6 of x, it is equal to x square minus 4x plus 1. So we completed our exercise 2.2 and next classൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഷൻ അൽഗോരിതം ഓഫ് പോളിനോമിയൽസ് ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് കാണുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇനി നെക്സ്റ്റ് ഒരു സെക്ഷൻ, അതായത് നമ്മൾ ഡിവിഷൻ അൽഗോരിതം ഓഫ് പോളിനോമിയൽസ്, അതുമായിട്ട് കാണാം. ഓക്കെ, സോ താങ്ക് യു ഓൾ. Have a nice day. Bye.